സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സ്പീക്കറും പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കത്തിലേക്ക് സഭാംഗങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ഈ രണ്ടാം ദിവസമാണ് വീണ്ടും സഭയിൽ തർക്കത്തിലേക്ക് കടക്കുന്നത്. എൻ ഷംസീറും പ്രതിപക്ഷവും തമ്മിലുണ്ടാകുന്ന തർക്കം രണ്ടാം ദിവസത്തിലേക്ക്. ഇന്ന് പാതിവില തട്ടിപ്പുമായിട്ടുള്ള വിഷയം സബ്മിഷനായി ഉന്നയിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. തർക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പ്രതിപക്ഷത്തിന് മാത്രമല്ല മുഴുവൻ നിയമസഭാംഗങ്ങളുടെ മൈക്കും മ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ തർക്കം നടക്കുന്നു. അതുകൂടിയാണ് കണ്ടുവരുന്നത്. നേരത്തെയും സ്പീക്കറും എൻ ഷംസീറും വി ഡി സതീശനും തമ്മിൽ തർക്കമുണ്ടായതാണ്. ഒന്ന് ടീമിനെ തിരിച്ചു വിളിക്കുക പ്ലീസ്. സഭയിൽ നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, വീണ്ടും തർക്കത്തിലേക്ക് കടക്കുന്നു പ്രതിപക്ഷവും സ്പീക്കറും തമ്മിൽ. എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ് സംഭവം? അപർണ, റൂൾ 50 നോട്ടീസിന്റെ ചർച്ചയ്ക്ക് അവതരിപ്പിച്ചതിനൊടുവിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അപ്പോൾ സ്പീക്കർ ഇടപെടുകയായിരുന്നു. സ്പീക്കർ ഇടപെട്ട് 9 മിനിറ്റ് കഴിഞ്ഞു അങ്ങയുടെ പ്രസംഗം ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2 തവണ സ്പീക്കർ ഇത് ആവർത്തിച്ചു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇടപെട്ടത്. എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത്, അങ്ങനെയാണോ അങ്ങ് കരുതുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുകയും 9 മിനിറ്റ് സംസാരിച്ചിട്ടും ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. ഒരു ഇടപെടൽ നടത്താതെ അദ്ദേഹം അങ്ങ് 9 മിനിറ്റ് സംസാരിച്ചു എന്ന് സ്പീക്കർ പറയുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷം മറുപടി പറഞ്ഞത് അങ്ങയുടെ ഔദാര്യമല്ല, വാക്കൌട്ട് പ്രസംഗം പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. ഇത് പറഞ്ഞതോടുകൂടി പ്രതിപക്ഷങ്ങൾ സഭയുടെ നടത്തത്തിലേക്കും സ്പീക്കർ ഡയസിലേക്ക് എത്തുകയായിരുന്നു. ഭരണപക്ഷവും സീറ്റുകൾ എഴുന്നേറ്റ് മറുപടി തുടങ്ങി. 2 പക്ഷങ്ങളും ഇപ്പോഴും സീറ്റുകൾ എഴുന്നേറ്റ് നിന്ന് പരസ്പരം തർക്കിക്കുകയാണ്. സഭ നടപടികൾ വിട്ടുചുരുക്കി പിരിയാനുള്ള നീക്കത്തിലാണ് സ്പീക്കർ. ഇന്നലെയും പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി തർക്കമുണ്ടായിരുന്നു. ഇന്നലെയും പ്രതിപക്ഷ സംസാരം നീണ്ടപ്പോൾ സ്പീക്കർ ഇടപെട്ടു. 9 മിനിറ്റ് എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണ്. നേരത്തെയൊക്കെ വാക്കൌട്ട് പ്രസംഗം ഇതിലും നീണ്ടുപോയെന്ന് പ്രതിപക്ഷ പറയുമ്പോൾ അങ്ങാണ് ആ ഒരു കീഴ്വഴക്കം കൊണ്ടുവന്നത്. അത് അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നീണ്ടുപോകുന്നു, അതുകൊണ്ടാണ് ഇടപെട്ടത് എന്ന് പറയുകയും വീണ്ടും അദ്ദേഹം പ്രസംഗം തുടർന്നു. അപ്പോൾ വീണ്ടും സ്പീക്കർ ഇടപെട്ടപ്പോൾ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാനാണോ ഇങ്ങനെ ചെയ്തത്, എങ്കിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞ് ഇന്നലെയും ഒരു തർക്കം സ്പീക്കറും പ്രതിപക്ഷവും ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നും സഭയിൽ കണ്ടത്. വാക്കൌട്ട് പ്രസംഗത്തിൽ സാധാരണ പ്രതിപക്ഷം നേതാവ് സംസാരിക്കുമ്പോൾ സമയം കടന്നുപോയാലും അത്ര എളുപ്പത്തിൽ സ്പീക്കർ ഇടപെടാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് 9 മിനിറ്റ് ആയി എന്ന് സ്പീക്കർ എന്ന് ഓർമ്മിപ്പിച്ചതാണ് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചത്, ചൊടിപ്പിച്ചത്. അതിനെ തുടർന്നാണ് തർക്കമുണ്ടാവുകയും ഇപ്പോൾ സഭ സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം റൂൾ 50 നോട്ടീസിന്റെ പരിഗണനയ്ക്ക് ശേഷം ശ്രദ്ധ ക്ഷണിക്കലും അതുപോലെ തന്നെ സബ്മിഷനുമായും പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. രണ്ടിനും പ്രതിപക്ഷം വിട്ടുനിന്ന് സഭയ്ക്കുള്ളിൽ പ്രതിഷേധിക്കുകയാണ്. ഭരണപക്ഷാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ സബ്മിഷൻ ചോദിക്കുകയും മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്യുന്നത്. വലിയ ബഹളം ഇപ്പോഴും സഭയ്ക്കുള്ളിൽ തുടരുന്നുണ്ട്. ഒരുപക്ഷെ സഭ നടപടികൾ വെട്ടിച്ചുരുക്കി ഇന്ന് അധികം വൈകാതെ പിരിഞ്ഞേക്കാം. ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് മാർച്ചിലാണ് സഭ വീണ്ടും ചേരുന്നത്. അതായത് അരുൺ, ഈ പാതിവില തട്ടിപ്പിന്റെ സബ്മിഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം കടക്കുകയുണ്ടാവില്ല. ഈ തരത്തിലൊരു വാക്കൌട്ടിലേക്കും പ്രതിഷേധത്തിലേക്കും കടക്കുകയാണെങ്കിൽ, സഭ വിട്ടിറങ്ങുകയാണെങ്കിൽ, അല്ലെ? തീർച്ചയായിട്ടും ആദ്യം സബ്മിഷൻ ഉന്നയിക്കേണ്ട പ്രതിപക്ഷ നേതാവായിരുന്നു. ശ്രദ്ധ ക്ഷണിക്കലിലേക്കാണ് ഈ ബഹളത്തിനിടെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം അപ്പോഴേക്കും സഭയ്ക്കുള്ളിൽ വലിയ ബഹളമായിരുന്നു. ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം വാക്പോര് തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധ ക്ഷണിക്കൽ ആദ്യം കെ.ടി. ജലീലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിലേക്കും പിന്നീട് പ്രതിപക്ഷം സജീവ് ജോസഫാണ് ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കേണ്ടിരുന്നത്. പക്ഷെ അതിലേക്ക് കടന്നില്ല. അവിടെ പ്രതിപക്ഷങ്ങൾ വിട്ടുനിന്നു. അതിനുശേഷം ആദ്യ സബ്മിഷൻ പ്രതിപക്ഷ നേതാവാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യം സഭയിൽ ഉന്നയിക്കേണ്ടിരുന്നത്. അദ്ദേഹവും സബ്മിഷൻ അവതരിപ്പിക്കാൻ തയ്യാറായില്ല. മറ്റു ഭരണപക്ഷാംഗങ്ങൾ ഓരോരുത്തരായി ഇപ്പോൾ സബ്മിഷൻ അവതരിപ്പിക്കുകയും മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്യുകയാണ്. പ്രതിപക്ഷത്തിന്റെ സഭയിലെ പ്രതിഷേധം ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. വി അരുൺ വിവരങ്ങൾ നൽകുമ്പോൾ സഭയിൽ നിന്ന് കാണുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ സ്പീക്കർ പലതവണ ഇടപെടുന്നു, തടസ്സപ്പെടുത്തുന്നു. 9 മിനിറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നു. സാധാരണ രീതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടയിൽ ആ തരത്തിലുള്ള ഇടപെടലുകൾ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിക്കുന്നു. ഒരു വാക്കൌട്ടിലേക്ക് കടക്കണം എന്നുള്ള തരത്തിൽ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചുരുക്കത്തിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഈ ഇടപെടലുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പാതിവില തട്ടിപ്പിന്റെ സബ്മിഷൻ പോലും, ശ്രദ്ധ ക്ഷണിക്കൽ പോലും നിയമസഭയിൽ ഉണ്ടാകുന്നില്ല. ഇരുപക്ഷവും ചേർന്നുകൊണ്ട് ആ തരത്തിൽ ഉള്ള പ്രകോപനപരമായുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പൊതുജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന വിഷയമാണ്. അത്രയധികം പരാതികളുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങളില്ലാതെ ഈ വിഷയം എങ്ങനെയാണ് സഭയിൽ ഉന്നയിക്കപ്പെടുക എന്ന് പോലും
ഒരുപക്ഷെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന സമയത്ത് ആ വിഷയം തന്നെ അവതരിപ്പിക്കപ്പെടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ഇന്ന് സഭ വിട്ടിറങ്ങിയാൽ ഇനി സഭ ചേരുന്നത് മാർച്ചിലായിരിക്കും. അതായത് അത്രയും ദിവസമാണ് ഇതേത് തരത്തിലാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഈ വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യുന്നത്. ഇത്രയും വലിയ വിഷയം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രസ്താവനകളിലേക്കുമൊക്കെ നിയമസഭ കടക്കുന്നത്. അരുൺ, ഏതായാലും പാതിവില തട്ടിപ്പിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയം സഭയിൽ ഉന്നയിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള രാഷ്ട്രീയ ആരോപണം ഒരുപക്ഷെ BJPയുടെ ഭാഗത്തും ഇനി അത് വന്നേക്കാം. മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്? എന്തെല്ലാം കാര്യങ്ങളിലാണ് മന്ത്രിമാർ മറുപടി പറയുന്നത്? പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടോ? കാര്യമാണ് സാർ, കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. പക്ഷേ ബഹളത്തെ തുടർന്ന് ഇനി അത് ഉണ്ടാകില്ല. സഭയ്ക്ക് പുറത്ത് അദ്ദേഹം ഇത് ഉന്നയിക്കുമോ എന്ന് വ്യക്തവുമല്ല. പക്ഷേ സഭയ്ക്കുള്ളിലാണ് വിഷയം ഉന്നയിച്ചതെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മറുപടി എന്തൊക്കെ നടപടികളാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ചത്, പാതിവില തട്ടിപ്പിൽ എന്തൊക്കെ നടപടികളാണ് സർക്കാർ ഇനി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാ നടപടികളിലും ബഹിഷ്കരിക്കുന്നു. ഇപ്പോൾ സബ്മിഷനുള്ള മറുപടികളും സഭയിൽ ടേബിൾ ചെയ്താൽ മതി, മേശപ്പുറത്ത് വെച്ചാൽ മതി, മന്ത്രിമാർ അത് വിശദമായി പറയേണ്ട എന്നൊരു നിർദ്ദേശം സ്പീക്കർ നൽകുന്നു. അതായത് സഭ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയാൻ ഉദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയേണ്ടത് ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പുമാണ്. ബജറ്റ് മേലുള്ള ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പുമാണ് സഭയിൽ നടക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടി ഇന്ന് അപരാഹ്ന സമ്മേളനവും ചേരാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ നടപടിക്രമ സഭയിൽ നടക്കേണ്ടത് ഏതായാലും ചർച്ച കൂടാതെ പാസ്സാകും. അതിന് 2 ബില്ലുകളുടെ പരിഗണനയും സഭയിലുണ്ടായിരുന്നു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബില്ലും. ഈ 2 ബില്ലുകളും ചർച്ച കൂടാതെ ഇന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. രണ്ടും സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനാകും സാധ്യത. ഏതായാലും ഇപ്പോൾ മന്ത്രിമാരുടെ മറുപടികളെല്ലാം മേശപ്പുറത്ത് വയ്ക്കുകയാണ്. കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല. സഭ അധികം വൈകാതെ പിരിയും. ഇന്ന് പിരിഞ്ഞാൽ പിന്നീട് മാർച്ച് 3 വരെ ഒരു അവധിയാണ് സഭയ്ക്ക്. തൽക്കാലത്തേക്ക് സഭാ നടപടികൾ പിന്നീട് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട നടപടിക്രമമാണ് പൂർത്തിയാക്കേണ്ടത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെടുകയാണ്. ബഹളത്തിനിടയാക്കിയത് സ്പീക്കറുടെ പരാമർശം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സ്പീക്കറാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്. വാക്കൌട്ട് പ്രസംഗത്തിൽ നിശ്ചിത സമയം പാലിക്കണമെന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ഉണ്ടാകാറില്ല. 20 മിനിറ്റും 30 മിനിറ്റും ഒക്കെ നീണ്ടുപോയ വാക്കൌട്ട് പ്രസംഗങ്ങൾ സഭയുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വാക്കൌട്ട് പ്രസംഗങ്ങൾ ചുരുക്കി നടത്തുന്ന ഒരാളാണ്. അത് ഇന്നലെ സ്പീക്കറും അംഗീകരിച്ചാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇടപെടുകയും 9 മിനിറ്റ് കഴിയുന്നു ചുരുക്കണമെന്ന് ആവർത്തിച്ച് സ്പീക്കർ ആവശ്യപ്പെടുകയും ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ അങ്ങേക്ക് സഭ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ നടത്തിക്കൊണ്ടു പോകാമെന്ന് കരുതുന്ന മുന്നറിയിപ്പ് സ്പീക്കർ നൽകി, പ്രതിപക്ഷ നേതാവ് നൽകി. തുടർന്നാണ് തർക്കമുണ്ടാവുകയും പ്രതിപക്ഷം ഇത്തരത്തിൽ ബഹളത്തിലേക്ക് പോവുകയും ചെയ്ത് ഭരണപക്ഷവും ആ ബഹളം ഏറ്റെടുക്കുകയായിരുന്നു. ആ ബഹളത്തിൽ ഒടുവിലാണ് സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിലേക്ക് എത്തിയപ്പോൾ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് സഭയ്ക്ക് പുറത്തേക്ക് പോകും. സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം മാധ്യമങ്ങളെ കാണും. അകത്ത് ഫ്ലോറിൽ നടപടികൾ വെട്ടിച്ചുരുക്കുകയാണ് സ്പീക്കർ. ഇപ്പോൾ സഭയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ ഓരോ മന്ത്രിമാരും ആദ്യം മുഖ്യമന്ത്രി പിന്നീട് മന്ത്രിമാരുമായി ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയാണ്. ഏതായാലും സഭ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സഭാ നടപടികൾ തടസ്സപ്പെടുന്നു. SC/ST ഫണ്ടിൽ വലിയ വെട്ടിക്കുറവ് സംസ്ഥാനത്തുണ്ടാകുന്നു. ഏറ്റവും പിന്നാക്കാര വിഭാഗങ്ങളെ സർക്കാർ അവഗണിക്കുന്നു എന്ന ആരോപണമാണ് റൂൾ 15 നോട്ടീസായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. അതിന്റെ മന്ത്രിയുടെ മറുപടിക്ക് ശേഷം വാക്കൌട്ട് പ്രസംഗം നടത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതിനിടയിലാണ് ഇത്തരം സംഘർഷാത്മകമായ അന്തരീക്ഷം സഭയിൽ ഉണ്ടാവുകയും സഭാ നടപടികൾ വെട്ടിച്ചുരക്കലിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. അരുൺ, വയനാട്ടിൽ UDF ഹർത്താൽ നടക്കുന്ന ഒരു സാഹചര്യം, ജനങ്ങളുടെ പ്രതികരണം വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ വിഷയം എപ്പോഴെങ്കിലുമൊക്കെ പരാമർശിച്ചിരുന്നോ? ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഈ വന്യജീവി സംഘർഷം വരികയുണ്ടായെന്ന്? തുടർന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തും എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നു സഭയിൽ. അരുൺ, ഏതെങ്കിലും തരത്തിൽ വയനാട് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങളോ മറ്റോ സഭയിൽ ഉണ്ടായിരുന്നോ? ഈ വിഷയം എവിടെയെങ്കിലും ഉന്നയിക്കപ്പെട്ടിരുന്നോ? ഈ ഹർത്താൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും? അത്തരം വിഷയങ്ങളല്ല ഇന്ന് സഭയിൽ വന്നത്. സഭയിൽ നിന്ന് വന്നത് SC/ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ക്ഷമിക്കണം, SC/ST ഫണ്ടിൽ വലിയ വെട്ടിക്കുറവുണ്ടാകുന്നു. SC/ST ഫണ്ടിൽ വലിയ കുറവുണ്ടാകുന്നു. അതായത് പ്ലാൻ വിഹിതത്തിൽ തന്നെ SC/ST
വിഭാഗങ്ങളുടെ തുക വെട്ടിക്കുറയ്ക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതാണ് റൂൾ 50 നോട്ടീസ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. ഏതായാലും അതിന്റെ മറുപടിക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തർക്കമുണ്ടായത്. അപ്പോൾ സ്പീക്കറും പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഉണ്ടായ തർക്കങ്ങളുടെ തുടർച്ചയായി ഇന്നും വിഷയങ്ങൾ മാറുകയായിരുന്നു. സ്പീക്കർ നിരന്തരം പ്രതിപക്ഷ തടസ്സപ്പെടുത്തുന്നു, അത് മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാനാണെന്ന ആരോപണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഇന്നും അതിന് സമാനമായ വിഷയമാണ് സഭയിലുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരികയാണ്. നിയമസഭാ കോമ്പൗണ്ടിന് പുറത്ത്, നിയമസഭാ വളപ്പിന് പുറത്ത് പ്രതിപക്ഷ നേതാവും മറ്റ് MLA-മാരും മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കും. സ്പീക്കർക്കെതിരെ കടുത്ത വിമർശനമാണ് ഇന്നലെയും ഇന്നുമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ, മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റാൻ സ്പീക്കർ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് രംഗത്ത് വരുന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉന്നയിച്ചത്. വി അരുൺ, ഏതായാലും വീണ്ടും സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം കിഫ്ബിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങിയതാണ്. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നലെയും തർക്കമുണ്ടായിരുന്നതാണ്. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ഉന്നയിക്കാൻ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുമായിരുന്നു. ഏത് തരത്തിലാണ് നടപടിയെടുത്തത് എന്നറിയാൻ ആ ഒരു സാഹചര്യമാണ് ഇല്ലാതായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി സ്പീക്കർ ആ വിഷയം കൊണ്ടുകൂടിയാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ കൂടിയാണ് വിവരങ്ങൾ നൽകിയത്.